കള്ളവണ്ടികൾ മെല്ലെ ഇ ഡി സ്റ്റോപ്പിലേക്ക്. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായ ആഡംബര വാഹനങ്ങൾ കടത്തിയ കേസ് കസ്റ്റംസിനൊപ്പം ഇ ഡിയും അന്വേഷിക്കും. വാഹന ഇടപാടുകൾക്ക് പിന്നിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. കേസിൽ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസ് നോട്ടീസ് അയക്കും. പിടിച്ചെടുത്ത വാഹനങ്ങൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ഉടമകൾക്ക് കസ്റ്റംസ് നോട്ടീസ് നൽകും. അതേസമയം തന്റേതായ ഒരു വാഹനം മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ എന്ന് അമിത് ചക്കാലക്കൽ ആവർത്തിച്ചു. കാർ വിൽപ്പനയിലൂടെ കോടികൾ മറിഞ്ഞു എന്ന നിഗമനത്തിലാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ. ഫെമ PMLA നിയമങ്ങൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വാഹനക്കടത്തിൽ നിലനിൽക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. വാഹന ഇടപാടുകളിലൂടെ ലഭിച്ച തുക ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന കസ്റ്റംസ് വെളിപ്പെടുത്തലിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ തേടും. വാഹനങ്ങൾ കടത്തിയ കേസിൽ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസ് ഇന്ന് സമൻസ് നൽകും. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് നിർദ്ദേശവും നൽകും. കൃത്യമായി രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് കസ്റ്റംസ് തീരുമാനം. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് നിരീക്ഷണത്തിലാണ്. അതേസമയം തന്റെ പേരിലുള്ള ഒരു വാഹനം മാത്രമാണ് പിടിച്ചെടുത്തത് എന്ന് അമിത് ചക്കാലക്കൽ ആവർത്തിച്ചു. 5 വണ്ടി ഗരാജിൽ കിടന്ന വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്റെ ഉൾപ്പെടെ 7 വണ്ടി. എന്റെ ഒറ്റ വണ്ടിയുള്ളൂ. MP09W1522 എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ 1999 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ വാഹനമേ ഉള്ളൂ എന്റെ. പിടിച്ചെടുത്ത ആഡംബര വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ കസ്റ്റംസ് വിട്ടുനിൽക്കും. സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. നിയമ നടപടികൾ അവസാനിക്കും വരെ ഇവ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചെങ്കിലും കസ്റ്റംസ് കമ്മീഷണർ പ്രതികരിച്ചില്ല. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.